പഞ്ചായത്ത് ഇലക്ഷൻ വരികയല്ലേ. പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാടിന്റെ വികസനത്തിനുള്ള ഏറ്റവും ജനങ്ങളോട് അടുത്ത് കിടക്കുന്ന ഒരു സാധനമാണ് ഈ വാർഡ് മെമ്പർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പലപ്പോഴും വിജയിപ്പിക്കുക പാർട്ടി ഉള്ള ആളുകളെ അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്ന ആളുകൾക്കും. പക്ഷേ അങ്ങനെയല്ല, അടിസ്ഥാന വികസനത്തിന് കഴിവുള്ള ആളുകളുണ്ട്. ഒരു പഞ്ചായത്തിലെ ഭരണസമിതിയിലാണെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടും, പ്രതിപക്ഷത്താണെങ്കിൽ കുറച്ച് കുറയും. ഇതുകൊണ്ടൊന്നും ചിലപ്പോൾ ഡെവലപ്മെന്റ് നടക്കില്ല. പക്ഷേ ഇവർക്ക് കഴിവുണ്ടെങ്കിൽ പല പ്രൊജക്ടുകളും കാണിച്ചിട്ട് പിടിച്ചെടുക്കാൻ കഴിയും. കേന്ദ്രത്തിന്റെ ഒരുപാട് പ്രൊജക്ടുകളുണ്ട്, കേരളത്തിന്റെ ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രൊജക്ട് അവതരിപ്പിച്ചിട്ട് പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. പല ഗ്രാമങ്ങളിലും ഡെവലപ്പ് ചെയ്യാൻ, പല മുനിസിപ്പാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, നടപ്പാതകൾ ഡെവലപ്പ് ചെയ്യാൻ കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിൽ ഫണ്ട് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും വാങ്ങിയെടുക്കാൻ ആർക്കും കഴിയില്ല, നമ്മളിവിടുത്തെ ആളുകൾക്ക് അറിയില്ല. അതാണ് പ്രധാന കാര്യം. ഇപ്പം കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അത് എവിടെ പോയിട്ടാണ് വാങ്ങിയെടുക്കും. അതിപ്പം വാർഡ് എന്നല്ല, ഇപ്പം ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും പല പദ്ധതികളും അവതരിപ്പിച്ച് ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. അത്തരം കഴിവുള്ള ആളുകളെ നമ്മൾ വിജയിപ്പിക്കേണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരാൾ നല്ലവനായതുകൊണ്ട് അയാൾ വികസനം കൊണ്ടുവരാൻ കഴിവുള്ള ആളായിരിക്കണം എന്നില്ല. ഒരാളിപ്പം നല്ല ആളാണ്, അയാൾ നല്ല സ്വഭാവമാണ് എന്ന് വിചാരിച്ചിട്ട് 5 കൊല്ലം നമ്മൾ അയാളെ ചുമക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ചിലപ്പം പറഞ്ഞ ഫണ്ടുകളൊന്നും കൊണ്ടുവരാൻ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാൾ ശുദ്ധനാണെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് കഴിവുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശുദ്ധൻ അല്ല ഒരു മാനദണ്ഡം, കഴിവാണ് മാനദണ്ഡം.